ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ. പറഞ്ഞേ. ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, LCM ആൻഡ് HCF ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ എന്ന് പറയണേ. LCM ആൻഡ് HCF ആൻഡ് ഡയറക്ഷൻ ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ. അപ്പോ HCF ആൻഡ് LCM. ഓക്കെ, നോക്കിക്കേ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? HCF എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, HCF LCM. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു നമ്പേഴ്സ് തരാണ്. ഓക്കെ, 2, 4, 8. ഇതില് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്? വേഗം പറഞ്ഞേ. ഓക്കെ, എന്തായിരിക്കും വരുന്നത്? 2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2, 1 ആണ്. 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 4 ആണ് അല്ലെ? 8ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 4, 8 ആണ്. ഓക്കെ, അപ്പൊ ഇവര് 3 പേരിലും ഈ 3 നമ്പേഴ്സിലും എന്താ പറഞ്ഞിരിക്കുന്നത്? ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ വരുന്നേ? 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോമൺ ആയിരിക്കണം അല്ലെ? നോക്കിക്കേ, 2 നോക്കിയാൽ കോമൺ ആണ് അല്ലെ? ഇപ്പൊ ഹയസ്റ്റ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 8 ആണ്, പക്ഷെ 8 ഇവർക്കുണ്ടോ? ഇല്ല. ഇനി 4 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും ഉണ്ട്, പക്ഷെ 2-നില്ല അല്ലെ? അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത് അല്ലെ? ഹയസ്റ്റ് ആയിരിക്കണം, കോമൺ ആയിരിക്കണം അല്ലെ? അതിലെ ഫാക്ടർ ആയിരിക്കണം. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനി നോക്കിക്കേ, LCM ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, LCM എന്ന് പറയുമ്പം ഇവിടെ നോക്കിക്കേ, 2, 4, 8 തന്നെ. LCM എന്താണെന്ന് പറയാം. എന്താണെന്ന് പറയാം LCM? ഏതാ വരുന്നേ? 2, 4, 8ന്റെ LCM എന്ന് പറയുന്നത് എന്താ വരുന്നേ? 8 ആണ് വരുന്നത്. കാരണം എന്താ? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? LCM കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നോക്കിക്കേ, LCM എങ്ങനെയാ കണ്ടുപിടിക്കുക? LCM എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. 2, 4, 8 അല്ലെ? എന്നിട്ട് 2 ഫാക്ടർ എടുക്കും. പിന്നെ 1, 2, 4 വീണ്ടും 2 ഫാക്ടർ എടുക്കും. അപ്പൊ നമുക്ക് എന്ത് വരും? 1, 1, 2 എന്ന് വരും അല്ലെ? പക്ഷെ ഇങ്ങനെ ചെയ്യാതെ, അതായത് 2 × 2 × 1 × 1 × 2, അതായത് 8 എന്ന് കിട്ടും. ഓക്കെ, ഇതിന് പകരം നമുക്ക് LCM എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് 2, 4, 8 ആണ് അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ ഏതാ? 8 ആണ്. ഓക്കെ, വലിയ നമ്പർ എടുത്ത് LCM ആക്കാമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 8 ആണ് ഇതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത്. സോ 8ന്റെ മൾട്ടിപ്പിൾ ഡിവൈഡ് ആകുന്ന ഒരു നമ്പർ ആയിരിക്കണം. അതായത് 8ന്റെ മൾട്ടിപ്പിൾ ഇപ്പൊ 8 എടുത്തു. സോ 8നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് എന്ത് ചെയ്യണം? റിമൈൻഡർ 0 വരുന്ന രീതിയിൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ എനിക്ക് 4 കിട്ടും. അതേപോലെ 8നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എനിക്ക് 2 കിട്ടും അല്ലെ? 8നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും? 1 കിട്ടും. സോ 8ന്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ തന്നെ ഇത് 3 ഡിവൈഡ് ആയി പോയി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എനിക്ക് എന്ത് പറയാം? 8 ആണ് ഇതിന്റെ LCM എന്ന് പറയാനായിട്ട് പറ്റും.
പറഞ്ഞ മനസ്സിലായോ? ഏറ്റവും വലിയ നമ്പറിന്റെ മൾട്ടിപ്പിൾസിൽ ഈ മൂന്നിലും ഓക്കെ എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അത്രയും ഡിവൈഡ് ആകാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആ നമ്പർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ ആണോ എന്ന് പറയണേ? ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് LCM ആൻഡ് HCF. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? പിന്നെ നോക്കിക്കേ LCM ഓഫ് ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് നമ്പേഴ്സിന്റെ ഫ്രാക്ഷൻ ആണ് തരുന്നതെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഇപ്പം 2/3. ഓക്കെ, എന്താണ് തരുന്നത് നോക്കിക്കേ, 2/3, അതുപോലെ തന്നെ 1/6, അതുപോലെ എന്താണ് 3/8. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പേഴ്സ് തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഫ്രാക്ഷൻ അല്ലേ തന്നിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെ LCM കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ മാത്രം LCM കണ്ടുപിടിക്കുക. എന്താ വരുന്നത്? LCM എന്ന് പറയുന്നത് 6 ആണ് കിട്ടുന്നത് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന്റെ HCF കണ്ടുപിടിക്കുക. HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. സോ ഇവർക്ക് കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ ഉള്ളത്? 1 ആണുള്ളത്. സോ 6 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? LCM ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിന്റെ LCM, ഡിനോമിനേറ്ററിന്റെ HCF. ഇനി HCF ആണ് ചോദിക്കുന്നതെങ്കിലോ ന്യൂമറേറ്ററിന്റെ HCF ആൻഡ് ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിക്കുക. പറഞ്ഞ മനസ്സിലായോ? ഇനി കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു അതിന് കോമൺ ആയിട്ട് എന്താണ് HCF എന്ന് പറയുന്നത്, അതായത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ വരാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 3യും ഇപ്പൊ 5ഉം. ഓക്കെ, 3യുടെയും 5യുടെയും ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 3യുടെ ഫാക്ടർ എന്താ? 1ഉം 3യും. എന്നാൽ 5ന്റെ ഫാക്ടേഴ്സ് ഏതാ? കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഈ 4 പോയിന്റ്സ് ക്ലിയർ ആണോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ചിട്ട് വേഗം എന്താണെന്ന് പറഞ്ഞേ. ഓക്കെ, എന്തായിരിക്കും വരുന്നേ? ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്ന നമ്പർ 40, 36, 126 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 126 ആണ്. അപ്പൊ 126, 40, 36 എന്നുള്ള നമ്പറാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ നമ്പറിന്റെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞിട്ടുള്ളത്? സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ ഈ 126 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 126 എന്തായാലും ഈ നമ്പറിൽ പോകത്തില്ല. അതിന്റെ മൾട്ടിപ്പിൾ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിൽ ഡിവൈഡ് ആവാൻ പറ്റത്തില്ല. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 1260 എടുത്ത് നോക്കുക. ഓക്കെ, ഇതിന്റെ ഏത് മൾട്ടിപ്പിൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും 1260 എടുക്കുക. 60 എടുക്കുമ്പോൾ ഒരു 0 വരുമല്ലേ. സോ ഇത് 40 ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിലും ഡിവൈഡ് ആകത്തില്ല. എന്ത് ചെയ്യുക? ഇതിന്റെ ഡബിൾ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഇനി അതും പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. 40, 36, 126. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇത് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20, 18, പിന്നെന്താണ്? പിന്നെ നമുക്ക് എന്ത് കിട്ടും? 63 എന്ന് കിട്ടും. ഓക്കെ, 20, 18, 63 എന്ന് കിട്ടും.
സോ നമുക്ക് ഇനി എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 10, 9 ഇവിടെ എന്താ വരുന്നേ? 20 സോറി ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താ? 63നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കൊടുക്കും? 63 എന്ന് തന്നെ കൊടുക്കും അല്ലേ? വീണ്ടും അടുത്ത എന്ത് വരും? 9 എടുക്കാം. 9 എടുക്കുമ്പോൾ 10 അതേപോലെ തന്നെ കൊടുത്തു. 1 7. ഓക്കെ. ഇനി ഇത്രയൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 4 എന്ന് കിട്ടും. ഓക്കെ. 2 ഇൻറ്റു 2 നമുക്ക് 4 എന്നാണ് കിട്ടുന്നത്. 4 ഇൻറ്റു 9 എന്ത് വരും? 36 എന്ന് വരും. ഓക്കെ. 36 ഇൻറ്റു 7 252. 252 ഇൻറ്റു 10 എന്ത് കിട്ടും? നമുക്ക് 2520 എന്ന് തന്നെ കിട്ടും. ഓക്കെ. പറഞ്ഞാൽ മനസ്സിലായോ? ഈ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ചെറിയ നമ്പേഴ്സ് തരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് LCM എന്ന് പറയുന്നത് നമ്മൾ LCM ഡയറക്റ്റ് ചോദിക്കുകയല്ല. നമുക്കിപ്പം ടൈം ആൻഡ് വർക്കിൽ ചോദിക്കാറുണ്ട്. ഓക്കെ. ടൈം ആൻഡ് വർക്കിൽ നമുക്ക് LCM കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിലും വരും. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് കുറേ ഇക്വേഷൻസ് കുറേ പോർഷൻസിൽ നമുക്ക് ഈ ഒരു LCM മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ മിക്കപ്പോഴും നമുക്ക് വളരെ ചെറിയ വാല്യൂസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 12, 36, 24 അല്ലെങ്കിൽ എന്താ 20, 30, 60 ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? അപ്പം നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. HCF കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഓ ഇത് കണ്ടുപിടിക്കണോ? HCF കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഇപ്പം വേറെ ഒരു നമ്പർ പറയാം. ഓക്കെ. 10, 20, 30 ഈ നമ്പേഴ്സിന്റെ HCF ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ സോറി LCM ആണ് LCM ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ നമ്പറിൽ 3 നമ്പേഴ്സിൽ ഏറ്റവും വലുത് ആരാണ്? 30 ആണ് അല്ലേ? 30 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. സോ 30 ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പം എനിക്ക് 3 കിട്ടി. ഓക്കെ. ഡിവൈഡ് ആയി. പക്ഷെ 30 ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ 3/2 എന്ന് കിട്ടി. ഡെസിമൽ വരാൻ പാടില്ല. മനസ്സിലായോ? ഡെസിമൽ വരാൻ പാടില്ല. പക്ഷെ 30/30 ചെയ്തപ്പോഴും എനിക്ക് 1 കിട്ടി. പക്ഷെ ഒരു കേസ് പോയി. 3ലും ഡിവൈഡ് ആവണം. മനസ്സിലായോ? 3ലും ഡിവൈഡ് ആവണം. അപ്പോൾ എന്ത് ചെയ്യണം? 30യുടെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കുക. ഓക്കെ. 30യുടെ അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 60 ആണ്. സോ ഞാൻ 60 എടുത്തു. സോ 60 ഡിവൈഡഡ് ബൈ 10 എനിക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ആയി 6 എന്ന് കിട്ടി. ഇനി നോക്ക് 60 ഡിവൈഡഡ് ബൈ 20 എന്ത് വരും? 3 എന്ന് വരും. ഇനി 60 ഡിവൈഡഡ് ബൈ 30 എന്ത് വരും? 2 എന്ന് വരും. സോ എന്ത് പറയാൻ പറ്റും? ഇത് 3ഉം ഡിവൈഡ് ആവുന്ന ഒരു നമ്പറാണ്. സോ അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? 60 ഇതിന്റെ LCM ആണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതും ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കാരണം 40, 36, 126 ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ല എന്ന് മനസ്സിലാവും. ഇനി ഒരു 5 എങ്കിലും ചെയ്ത് നോക്കുക. അപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിൽ ഡിവൈഡ് ആവുന്ന നമ്പർ അല്ല. ഉറപ്പായിട്ട് 40 ആയതുകൊണ്ട് 4ന്റെ അല്ലെങ്കിൽ 0യുടെ അല്ലെങ്കിൽ 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആവണം. സോ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അതും ഡിവൈഡ് ആവത്തില്ല. അപ്പോൾ ഇതിന്റെ ഡബിൾ എടുത്തു. മനസ്സിലായോ? അപ്പോൾ എന്ത് വരും? 2520 ഇതിൽ ഡിവൈഡ് ആവുന്ന നമ്പറാണ്. മനസ്സിലായോ പറഞ്ഞേ? സോ അത് നമുക്ക് അതിന്റെ LCM ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തേ. സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. ആരുടെ മൈക്ക് ഓൺ ആണല്ലോ? നോക്കാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 2.4 ആണ് അല്ലേ? നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2.4 ആണ്. സോ നോക്കിക്കേ. 2.4 ഓക്കെ. 2.4നെ എനിക്ക് എങ്ങനെ എഴുതാം? 24 ബൈ പോയിന്റ് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും? ഒരു 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് 0.4 വന്നിട്ടുള്ളത്. സോ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ 2.4നെ. അതേപോലെ തന്നെ 0.36 എങ്ങനെ എഴുതാം? 36/100 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി 7.2നെ എനിക്ക് ഇങ്ങനെ എഴുതാം? 72/100 എന്ന് എഴുതാം അല്ലേ?
അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് LCM കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ LCM കാണുക. അതായത് 24, 36 ആൻഡ് 72 അല്ലേ? ഈ നമ്പർ ഒന്ന് നോക്കിക്കേ. 72ന്റെ അതായത് 72 ഞാനിപ്പം ഇതിൽ ഏറ്റവും വലിയ നമ്പർ 72 ആ. സോ 72 ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? 72 കൊണ്ട് 24 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. ആണ്, പറ്റും അല്ലേ? 24 ഇൻറ്റു 3 ആണ് 72. സോ ഇത് ഡിവൈഡ് ആയി. ഇനി 36 ഇൻറ്റു 2 ആണ് 72, അതും ഡിവൈഡ് ആവും. സോ 72 എന്ന് പറയുമ്പോൾ 72 കൊണ്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 72 കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? LCM എന്ന് പറയുന്നത് 72 ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയും? ഡിനോമിനേറ്ററിൽ ആളുണ്ടല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? LCM കാണുക എന്ന് പറയുമ്പോൾ HCF കാണണം ഡിനോമിനേറ്ററിന്റെ. അപ്പൊ എന്ത് വരും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? 10, 100, 100 എന്ത് വരും? 10 എന്ന് വരും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 7.2 എന്ന് വരും. മനസ്സിലായോ? 7.2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. കിട്ടിയോ? 7.2 ആണ് എല്ലാവർക്കും കിട്ടിയേ. 0.72 തെറ്റാണ്. 0.72 അല്ല കേട്ടോ, 7.2 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, 7.2 ആണ് ആൻസർ വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? LCMന്റെ ഇക്വേഷൻ എന്താ? LCM ഓഫ് ദി ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ദ ഡിനോമിനേറ്റർ ആണ് അല്ലേ? HCF ഓഫ് ഡിനോമിനേറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ HCF കാണുന്നത്? HCF ഓഫ് ഏതൊക്കെയാ? 10, 100, 100. ഓക്കെ, ഫാക്ടേഴ്സ് നോക്കിക്കേ. 10ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1, 2, 5, 10 ആണ്. സോ 10 ആണ് ഇവിടുത്തെ വലുത് അല്ലേ? അപ്പം ഈ 100 എടുത്താലും 100നകത്തും 10 ഫാക്ടേഴ്സ് ആണല്ലോ അല്ലേ? ഏറ്റവും ചെറിയ ആൾക്ക്, അതായത് കോമൺ ആയിരിക്കണം, എന്നാൽ ഹയസ്റ്റും ആയിരിക്കണം. കോമൺ ആണ്, ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 10 ആണ് മൂന്നിലും അല്ലേ? അപ്പൊ 10 അല്ലേ നമുക്ക് എടുക്കാൻ പറ്റൂ. സോ 7.2/10 എന്ന് വരും. മനസ്സിലായോ? മനസ്സിലായില്ല? 10ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 1, 2, 5, 10. 100 നോക്കിയാലോ? 1, 2, 5, 10 പിന്നെന്ത് വരും? 4 വരും, പിന്നെ 25 വരും അല്ലേ? ഇതെല്ലാം വരും. 100ഉം വരും. ഓക്കെ, 100ഉം വരും. പക്ഷെ ഇവിടെ കോമൺ ആയിരിക്കണം, ഹയസ്റ്റും ആയിരിക്കണം. ഈ 100നും സെയിം അല്ലേ? കോമൺ ആണ്, ഹയസ്റ്റ് ആണെങ്കിൽ ആരാ? 10 ആണ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഏറ്റവും വലുതായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. LCM ഓഫ് 2/7, 3/4 ആൻഡ് 5/8 ആണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞേ. നോക്കാം എന്താ വരുന്നേ. 2/7, 3/4, 5/8. ഓക്കെ, LCM എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? LCM കണ്ടുപിടിക്കുന്നേ പറഞ്ഞേ. LCM ഓഫ് 2, 3, 5 ഡിവൈഡഡ് ബൈ എന്ത് വരും? HCF ഓഫ് എന്താ വരുന്നേ? 7, 4, 8. 7, 4 & 8 എന്തായിരിക്കും വരുന്നത്? നമുക്ക് ഉറപ്പായിട്ടും പറയാം അല്ലേ? അപ്പൊ നോക്കിക്കേ, 235ന്റെ LCM എന്തായിരിക്കും കിട്ടുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 7.2 ആണ് ആൻസർ. 7.2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 72/10 എന്ന് പറഞ്ഞാൽ 7.2 അല്ലേ? ഇവിടെ പറഞ്ഞേ, ഇവിടെ എന്താ വരുന്നേ? എന്ത് വരും? 235ന്റെ LCM പറഞ്ഞ വേഗം. എന്ത് വരും? കിട്ടിയില്ലേ? 30 എന്ന് വരും അല്ലേ? 3 അല്ലേ? 3 ഉണ്ട്, കാരണം അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലേ? സോ നമുക്ക് എന്ത് വരും? 30 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? സോ നോക്കിക്കേ, 30 ഡിവൈഡഡ് ബൈ 7, 4, 8 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 30 ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. സോ ആൻസർ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൈൻഡ് ദ LCM ഓഫ്
137 by 78, 254 by 65, and 535 by 39. So ചെയ്തേ. എന്താ വരുന്നേ? ചെയ്യുവാണോ അതോ കിട്ടിയോ? എന്താ? ഇതെന്താണ്? മിക്സഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? മിക്സഡ് ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ആൻസർ എന്താ വരുന്നതെന്ന് വേഗം പറഞ്ഞേ. ഒരാൾക്ക് കിട്ടി. നോക്കാം. അതായത് LCM ആണ് തന്നിട്ടുള്ളത്. മിക്സഡ് ഫ്രാക്ഷനെ തന്നിട്ടുണ്ട്. സോ നമുക്കതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാക്കുന്നേ നോക്കിക്കേ. LCM ഓഫ് 1 and 37/78 ആണ് പറഞ്ഞേക്കുന്നത്. സോ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നോക്കിക്കേ. ഇതിനെ നമ്മൾ ഇൻടു ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക അല്ലേ? ഡിനോമിനേറ്റർ സെയിം വരും. അതേപോലെ തന്നെ എന്താ പ്രോപ്പർ ആക്കുക. അതായത് 1 × 78 + 37/78. ഓക്കെ. അപ്പൊ നോക്കിക്കേ. 137/78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എന്താ വരുന്നത്? 1 × 1 and 37/78 നമുക്ക് എങ്ങനെ എഴുതാം? 78 + 37 / 78 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് പറയാം? നമുക്ക് നോക്കിക്കേ 78 + 37 അല്ലേ? അപ്പൊ നോക്കിക്കേ എന്താ കിട്ടുന്നേ? 115/78 എന്ന് വരും. ആണല്ലോ? 115/78. അടുത്ത നോക്കിക്കേ 2 and 54/65 എന്ത് വരും? എന്താ വരുന്നേ? 2 × 65 + 54 എന്ത് വരും? 184/65 അല്ലേ? അടുത്തത് 5 and 35/39 എന്ത് വരും? നമുക്ക് കിട്ടുന്നത് എന്ത് വരും? 195 + 35/39 എന്ത് വരും? 230/39 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടി. സോ ഇനി എന്താ? LCM ഓഫ് എന്തൊക്കെയാ? 115, 184 and 230 ഡിവൈഡഡ് ബൈ HCF ഓഫ് എന്ത് വരും? 78, 65, 39. ഓക്കെ. അപ്പൊ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുന്നത്? 115, 184, 230. ഓക്കെ. ഇപ്പൊ 115 നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? 115ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മീൻസ് 115 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം 5 × 23 ആണ്. ഓക്കെ. 5 × 23 ആണ്. ആൻഡ് 184 നോക്കിക്കഴിഞ്ഞാൽ 23യുടെ ഒരു മൾട്ടിപ്പിൾ തന്നെ വരുന്നതാണ്. അതായത് 8 × 23 ആണ്. അതായത് 2³ × 23. ഇനി 230 നോക്കിയാലോ? 2 × 5 × 23 അല്ലെങ്കിൽ 23 × 10 ആണെന്ന് പറയാം അല്ലേ? 23 × 10 ആണ്. സോ നോക്കിക്കേ. ഇതില് LCM ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. LCM എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? LCM എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? 2 × 5 × 23. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് അതായത് LCM എടുക്കുക. സോ നമുക്ക് LCM കിട്ടുന്നത് എത്രയാണെന്ന് അറിയാമോ? എല്ലാവർക്കും എത്ര കിട്ടിയേ? 920 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? 920 ആണ്. ഇനി ഫാക്ടറൈസ് ചെയ്താണ് വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
സോ HCF ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 78 എന്ന് പറഞ്ഞാൽ എന്താ? 13 into 6 ആണ്. ഓക്കെ, ഇനി 65 എന്ന് പറഞ്ഞാൽ 13 into 5 ആണ്. ഓക്കെ, 39 എന്ന് പറഞ്ഞാൽ 13 into 3 ആണ്. ഓക്കെ, നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ വരുന്നത് 920/13 എന്ന് വരും ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കേ, ഫാക്ടറൈസ് ചെയ്ത് നോക്കിക്കേ. ഡൗട്ട് ഉള്ളവരൊന്ന് ഫാക്ടറൈസ് ചെയ്തേ. 115, 184, 230. ഓക്കെ, 23 കൊണ്ട് ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ എനിക്ക് 5 എന്ന് വരും. ഓക്കെ, 184ന്റെ അടുത്ത് എന്ത് വരും? 8 എന്ന് വരും. 230യുടെ അടുത്ത് എനിക്ക് എന്ത് വരും? 10 എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു, അല്ലെങ്കിൽ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ കിട്ടുന്നത്? ഒന്നെങ്കിൽ 5 എടുക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? 1 വരും, ഇവിടെ 8 വരും, ഇവിടെ എന്ത് വരും? 2 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? ഇനി ഞാൻ 2 കൊണ്ട് ചെയ്താലോ? 2, അതായത് 1, ഇവിടെ എന്ത് വരും? 4, 1. ഇനി ഇതെല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 23 into 5 into 2 into 4. ഓക്കെ, അതായത് 5 into 4, 20 into 2, 40, 40 into 23. ഓക്കെ, 23 into 4 എത്രയാ വരുന്നേ? എത്ര വരും? 992 എന്ന് വരും. സോ 920/13 എന്ന് വരും. ഇപ്പൊ ക്ലിയർ ആയോ? ഈ വലിയ വാല്യൂസ് കിട്ടിയവർക്ക് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ. എല്ലാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്റ്റെപ്പും ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? അതെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആവാഞ്ഞേ? ഏതാണ് മിക്സഡ് ആയിട്ടുള്ളത് പ്രോപ്പർ ആക്കിയതാണോ ക്ലിയർ ആവാത്തെ? എന്താ ചെയ്യണ്ടേ? നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന നമ്പർ 1 into 78 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 78 എന്ന് കിട്ടും അല്ലെ? 1 into 78 എന്താ? 78 ആണ്. ഓക്കെ, 78 പ്ലസ് എന്ത് വരും? ഓക്കെ, 1 into 78, 78 എന്ന് വരും. പ്ലസ് എന്ത് വരും? 37 എന്ന് വരും. ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 78. ഓക്കെ, ഇനി അടുത്ത ഫ്രാക്ഷൻ എങ്ങനെയാ? 2 into 65 പ്ലസ് എന്ത് വരും? 54 ഡിവൈഡഡ് ബൈ എന്ത് വരും? 65 എന്ന് വരും. ഇനി അടുത്തത് 5 into 39. ഓക്കെ, 5 into 39 പ്ലസ് 35 ഡിവൈഡഡ് ബൈ 39 എന്ന് വരും. പറഞ്ഞ മനസ്സിലായോ? ഈ രീതിയിൽ ചെയ്യുക. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. HCF ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, എന്താ വരുന്നേ? 3/4, 4/5 ആൻഡ് 5/6 അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടണ്ടേ? HCF ഓഫ് 3, 4, 5 ഡിവൈഡഡ് ബൈ LCM ഓഫ് എന്ത് വരും? 4, 5, 6.
ഓക്കെ, അപ്പോൾ എന്ത് വരും? 3, 4, 5 കോമൺ ആയിട്ടുള്ള ഫാക്ടർ 1 അല്ലേ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1. 4, 5, 6ന്റെ എന്തായിരിക്കും വരുന്നത്? എന്ത് വരും? 5 ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 0യിൽ എൻഡ് ചെയ്യുന്ന ഇതൊരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 6 ഇൻറ്റു ബാക്കി എന്താണ് 5 ചെയ്ത് നോക്കാം. 30 വരും, പക്ഷെ പറ്റത്തില്ല. സോ 30 ഇൻറ്റു 2 എന്ത് വരും? 60. സോ 1/60 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? എൽസിഎം കണ്ടുപിടിച്ച ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൈൻഡ് ദ എൽസിഎം ആൻഡ് HCF ഓഫ് 3 raised to 4 into 2 cube into 5 raised to 4, 2 raised to 4 into 3 square into 5 square into 7 raised to 2, and 2 raised to 4 into 3, 7 raised to 4 into 3 raised to 4. വേഗം ചെയ്തേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ വരുന്നേ. ഓക്കെ, LCM ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? LCM HCF ചോദിച്ചിട്ടുണ്ട്. സോ LCM എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. നമുക്ക് ആദ്യം നമ്പർ എടുക്കാം അല്ലേ? നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 raised to 4 into 2 cube into 5 raised to 4, 2 raised to 4 into 3 square into 5 square into 7 square, and 2 raised to 4 into 7 raised to 4 into 3 raised to 4. സോ LCM എന്താ നമുക്ക് കിട്ടുന്നത്? നമുക്ക് 2, 3, 5, 7 എന്നുള്ള ഓർഡറിൽ പോവാം അല്ലേ? അപ്പൊ നോക്കിക്കേ, 2ന്റെ പവർ ഏറ്റവും വലുത് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ 2ന്റെ പവർ നോക്കിക്കേ, 2 ക്യൂബ് 2 raised to 4, 2 raised to 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 raised to 4 എടുക്കാം. കാരണം LCM ആകുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഓക്കെ, 2 raised to 4 എടുത്തു. ഇനി 3 എടുക്കാം. 3 raised to 4, പിന്നെ 3 സ്ക്വയർ 3 raised to 4. സോ 3 raised to 4 എടുക്കാം. ഓക്കെ, ഇനി 5 വരുമ്പം 5 raised to 4, 5 സ്ക്വയർ, പിന്നെ ഇവിടെ 5 ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് 5 എടുക്കാതിരിക്കാൻ പറ്റുമോ? 5 എടുക്കണം അല്ലേ? അപ്പൊ എന്താ കിട്ടുന്നത്? 5 raised to 4 എന്ന് വരും അല്ലേ? ഏറ്റവും വലുത് ഏതാ? 5ന്റെ 5 raised to 4 ആണ്. സോ 5 raised to 4 എടുത്തു. ഇൻറ്റു 7 എന്താ ഇവിടെ ഏറ്റവും വലുത്? 7 raised to 4 അല്ലേ? സോ 7 raised to 4 നമ്മൾ എടുത്തു അല്ലേ? ഇതാണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്. ഏതാണോ ഏറ്റവും വലിയ പവർ അവരെ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ LCM എടുക്കുമ്പോൾ. എന്നാൽ HCF എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് എന്നാൽ കോമണും ആയിരിക്കണം. ഓക്കെ, ഏറ്റവും ചെറുത് എന്നാൽ എന്തായിരിക്കണം? കോമണും ആയിരിക്കണം. പറയാൻ മനസ്സിലായോ? അതിപ്പോ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. HCF നോക്കിക്കേ,
HCF 2 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. എന്നാൽ ഇവിടെ 2 ക്യൂബ് വരെ ഉള്ളൂ. ഇത് 2⁴ ആണ്, ഇതും 2⁴ ആണ്. പക്ഷെ നമ്മൾ 2ന്റെ ഏറ്റവും ചെറിയ പവർ ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, 3 എടുക്കാം അല്ലേ? 2 കഴിഞ്ഞു. 2 കഴിഞ്ഞെങ്കിൽ ഇനി ആരാ എടുക്കണ്ടേ? ഇനി നമ്മൾ ആരെ എടുക്കേണ്ടത്? 2 കഴിഞ്ഞാ ഇനി അടുത്തത് നമ്മൾ 3 ആണ് എടുക്കുന്നത്. സോ 3⁴, 3 സ്ക്വയർ, 3⁴. സോ 3 സ്ക്വയർ ആണ് എടുക്കുന്നത്, കാരണം ചെറിയ പവർ വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ 3യുടെയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ എടുക്കണ്ടേ? ഇനി നമ്മൾ എടുക്കുന്നത് ആരെയാണ്? 5. 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് 5, പക്ഷെ ഇവിടെ 5 ഇല്ല. സോ 5 എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കരുത്. ഓക്കെ, 5 എടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി 7 നോക്കിക്കേ. 7 ഇവിടെ ഉണ്ടോ? ഫസ്റ്റ് ടേമിൽ 7 ഉണ്ടോ? ഇല്ല. സോ ഇവിടെ രണ്ടിടത്തും 7 ഉണ്ട്, 7ഉം എടുക്കരുത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. LCM ഓഫ് 2 നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ തന്നിട്ടുണ്ട്. വൺ ഓഫ് ദ നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ചെയ്തേ. ഓക്കെ, എന്താ ഇവിടെ തന്നിരിക്കുന്നേ? LCM ഓഫ് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ അപ്ലൈ ചെയ്യുന്ന എന്താണെന്നറിയാമോ? LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് XY ആണെങ്കിൽ എന്ത് വരും? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് X×Y അല്ലേ? അപ്പൊ അതിലൊരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. സോ LCM എന്ന് പറയുന്നത് 64,699 ഇൻറ്റു HCF എന്ന് പറയുന്നത് 97 ഈക്വൽ ടു എന്ത് വരും? വൺ ഓഫ് ദ നമ്പർ 2231 ഇൻറ്റു എന്ത് വരും? X എന്ന് വരും. ഓക്കെ, അപ്പൊ X കണ്ടുപിടിക്കണം. എങ്ങനെയാ? 64,699 ഇൻറ്റു 97 ഡിവൈഡഡ് ബൈ 2231 എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി 2231 ആണ് നമുക്ക് ഡിനോമിനേറ്റർ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഈവൻ എന്താണ് നമ്പേഴ്സ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടും? 64,699 എന്ത് ചെയ്യാം? 2231 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 29 എന്ന് കിട്ടും. ഓക്കെ, സോ 29 ഇൻറ്റു എന്ത് വരും? 29 ഇൻറ്റു 97 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2813 എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പറഞ്ഞോ, മനസ്സിലായോ? 2813 എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഹലോ മാം. പറഞ്ഞോ. ഹലോ, ഹലോ, കേൾക്കുന്നില്ലല്ലോ.
നോക്കിക്കേ എന്താ വരുന്നേ? നോക്കാം. HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1/5 ഓഫ് ദി LCM. സോ നമുക്ക് എഴുതാലോ. എങ്ങനെ എഴുതാം? HCF എന്ന് പറയുന്നത് അല്ലേ, HCF എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. HCF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ത് പറയും? 1/5 ഓഫ് ദി LCM അല്ലേ? അപ്പൊ നോക്ക്, HCF ഡിവൈഡഡ് ബൈ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ HCF എന്താണെന്ന് കിട്ടി, LCM എന്താണെന്ന് കിട്ടി. ഓക്കെ, പക്ഷെ ഇതെന്താണ്? നമുക്ക് റേഷ്യോ വാല്യൂ ആ. അപ്പൊ അത് റിയൽ വാല്യൂ ആക്കാൻ എന്ത് ചെയ്തു? എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു എക്സ് 1x ഇൻറ്റു 5x, അതായത് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണല്ലോ. സോ ഇവിടെ എന്ത് വരും? 1x പ്ലസ് 5x, അതായത് 5x² എന്ന് പറയുന്നത് 720 എന്ന് കിട്ടും. x² ഈസ് ഈക്വൽ ടു 720 ഡിവൈഡഡ് ബൈ 5. സോ x² ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 720 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 144 എന്ന് വരും അല്ലേ? 144. സോ x ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 144 എന്താ വരുന്നത്? പ്ലസ് ഓ മൈനസ് 12. ഓക്കെ, 12 ആണ് നമുക്ക് കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ എക്സ് ആണ് 12 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1x ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, അതായത് HCF ആണ് ചോദിച്ചേക്കുന്നത്. 1 ഇൻറ്റു 12 എന്ത് വരും? 12 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി LCM ആണ് ചോദിച്ചിരുന്നെങ്കിലോ 5 ഇൻറ്റു 12 എന്ത് വരും? 60 എന്ന് വന്നേനെ. കേട്ടോ? ക്ലിയർ അല്ലേ? 60 അല്ല, HCF ആ ചോദിച്ചേക്കുന്നത്. LCM ആയിരുന്നെങ്കിൽ എന്ത് പറയാം? 5x ഇറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 12 എന്ത് വരും? 60 എന്ന് വരും. ഓക്കെ, LCM അല്ലല്ലോ, നമ്മളോട് HCF ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, എന്താ വരുന്നേ? HCF ഓഫ് ടു 3-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് 99 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി കേട്ടോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ, ചെയ്തില്ലല്ലോ ആരും? ഹോംവർക്ക് ചെയ്താൽ മതി കേട്ടോ. നോട്ട് ചെയ്തോ? കേട്ടോ? ഓക്കെ അല്ലേ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോന്ന് പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. LCM ഓഫ് 8 16/20 1 3/7. ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ.
ഓക്കെ, എന്താ വരുന്നേ? ഹരികൃഷ്ണൻ മ്യൂട്ടാക്കി വെക്കണേ, മ്യൂട്ടാക്കി വെച്ചേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, LCM ഓഫ് 8 16/20 1 3/7 ആണ് അല്ലേ? അപ്പൊ 8 16/20 1 3/7 എന്ന് പറഞ്ഞാൽ 1 into 7 plus 3 എന്ത് വരും? 10/7 എന്ന് വരും അല്ലേ? 10/7. 8 എന്ന് പറഞ്ഞാൽ 8/1 ആണ്. സോ കണ്ടുപിടിച്ചേ. സോ LCM, ന്യൂമറേറ്ററിന്റെ LCM ഡിവൈഡഡ് ബൈ HCF ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, കണ്ടുപിടിച്ചോ. എന്താ വരുന്നേ? 8 16 10 എന്ത് വരും? ആൻസർ എന്താ കിട്ടുന്നേ? എന്ത് വരും? 80 ആണോ 40 ആണോ വരുന്നേ? പറഞ്ഞേ, 80 ആണോ 40 ആണോ വരുന്നേ? ആണോ? എന്താ വരുന്നേ? 80 ആണ് വരുന്നത്. ഓക്കെ, 40 നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, 40യിൽ 8 ഡിവൈഡ് ആകും, 10ഉം ഡിവൈഡ് ആകും. പക്ഷെ 40/16 എന്താ? 10 എന്ത് വരും? 4 എന്ത് വരും? 5/2 എന്ന് വരും. ഡിവൈഡ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് 40 എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ന്യൂമറേറ്റർ 80 ആണ്, 80/1. സോ 80 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 80 ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു LCM HCFന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്ലിയർ ആണോ? ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. അതായത് 8 16 10. ഓക്കെ, 8 16 10 എന്താണ് അറിയത്തില്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ, പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ എന്ത് വരും? 2 വെച്ച് ചെയ്യുമ്പോൾ 4 8 5. വീണ്ടും 2 എടുത്തു കഴിഞ്ഞാലോ 2 4 5. വീണ്ടും 2 എടുത്താലോ 1 2 5. 5 into 2 10. 10 into 2 എന്ത് വരും? 20 40 80 അല്ലേ? സോ 80 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? 80 ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? 40 വരത്തില്ല. 40 വെച്ച് നോക്കിക്കേ, 40 എല്ലാത്തിലും ഡിവൈഡ് ആവുന്നുണ്ടോ? 16 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാനിത് മാറ്റുവാണേ. ഡൗട്ട് ഇല്ലല്ലോ? ഉറപ്പാണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് ഡയറക്ഷൻ ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പൊ ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്തേ. ഡയറക്ഷൻ ടെസ്റ്റ് ആണ് വരുന്നത്. സോ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് വേഗം പറഞ്ഞു. ഓക്കെ, എന്താ ആൻസർ വരുന്നതെന്ന് പറയണേ. കിട്ടിയോ? നോക്കാം. എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് walks 2 kilometer towards north. അപ്പൊ നമുക്ക് ഈ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഡയറക്ഷൻ അറിയാലോ അല്ലേ? അതായത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, ഇതിന് നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ വരും. ഓക്കെ, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക, ഈ ഡയറക്ഷൻ അറിഞ്ഞിരിക്കുക. ആൻഡ് നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഓക്കെ നമ്മൾ ഇതിലേക്ക് വരയ്ക്കുക. ഓക്കെ, ഏകദേശം കറക്റ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പൊ നോക്കിയേ, എ മാൻ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് ആൻഡ് walks 2 kilometer towards north. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്തു? ഒരു 2 kilometer നോർത്തിലേക്ക് പോയി. ഓക്കെ, 2 kilometer പോയി. ആൻഡ് ടേൺസ് ഹിസ് റൈറ്റ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ റൈറ്റ് അങ്ങ് എടുക്കുക. ആൻഡ് നമ്മുടെ റൈറ്റ് എന്ത് വരും? 2 kilometer ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2 kilometer റൈറ്റിലേക്ക് പോയി. ആൻഡ് ടേൺ അഗെയിൻ റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് പോയി. എത്രയാണ്?
ടേൺ റൈറ്റ് ആൻഡ് വാക്സ്. ആൻഡ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ നൗ ഹി ഈസ് ഫേസിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ അയാൾ ഫേസ് ചെയ്തിട്ടിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? സൗത്തിലേക്കാണ്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് വരുന്നത്. കിട്ടിയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തോ. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ചെയ്ത് കഴിഞ്ഞവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അടുത്തത് നോക്കിക്കേ. എ സ്റ്റാർട്ട് ഫ്രം എ പോയിന്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ നോർത്ത്. ഓക്കെ, 5 കിലോമീറ്റർ എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോയി, നടന്നല്ലേ. ആൻഡ് ടേൺസ് ലെഫ്റ്റ് ആൻഡ് 3 കിലോമീറ്റർ. ഓക്കെ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. ദെൻ അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, അഗെയിൻസ്റ്റ് ടേൺ ലെഫ്റ്റ് ആൻഡ് 5 കിലോമീറ്റർ ആണ് നടന്നിരിക്കുന്നത്. പോയിന്റ് ഔട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഹി ഈസ് ഗോയിങ് നൗ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? ഓപ്ഷൻ ബി, സൗത്തിലേക്കാണ് ഇപ്പോൾ അയാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്തേ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം കേട്ടോ. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, കിട്ടിയോ? നമുക്ക് നോക്കാം. രാജു ഫേസിങ് നോർത്ത് ആൻഡ് മൂവ്സ് 20 കിലോമീറ്റർ. ഓക്കെ, രാജു എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോയി ഒരു 20 കിലോമീറ്റർ നടന്നു. ഓക്കെ, ആൻഡ് ഹി ടേൺ ടു ഹിസ് റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് മൂവ് ചെയ്ത് ഒരു 20 കിലോമീറ്റർ നടന്നു. ആൻഡ് ദെൻ ഹി മൂവ്സ് 10 കിലോമീറ്റർ ഇൻ നോർത്ത് ഈസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നോർത്ത്, ഇതാണ് ഈസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി എങ്ങോട്ടേക്കായിരിക്കും അയാൾ നടക്കാൻ പോകുന്നത്? എങ്ങോട്ടേക്കായിരിക്കും? നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് വരും? ഏതാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്? എ, ഡി, സി എല്ലാം വരുന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ ആണോ പറയുന്നേ? ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ ആണോ പറഞ്ഞേ? നോക്കാം, എന്താ വരുന്നേ? നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാജു ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കാണ്. ആൻഡ് അയാൾ 20 കിലോമീറ്റർ നോർത്തിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് ദെൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? 10 കിലോമീറ്റർ റൈറ്റിലേക്ക് 20 കിലോമീറ്റർ നടന്നു. ദെൻ ഹി മൂവ്സ് 10 കിലോമീറ്റർ ഇൻ നോർത്ത് ഈസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതല്ലേ നോർത്ത് ഈസ്റ്റ് അല്ലേ? 10 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റിലേക്ക് നടന്നു. ദെൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആൻഡ് മൂവ്സ് 20 കിലോമീറ്റർ. ഓക്കെ, റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? മൂവ് ഹിസ് 20 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്താ ചെയ്തേക്കുന്നത്? 20 കിലോമീറ്റർ നടന്നു. ഓക്കെ, 20 കിലോമീറ്റർ ആൻഡ് മൂവ്സ് 20 കിലോമീറ്റർ and moves 20 kilometer and then he turned to his right 20 kilometer and moves 20 kilometer. അതായത് റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് വരും? വീണ്ടും ഇങ്ങോട്ടേക്ക് 20 അല്ലേ? ആൻഡ് അഗെയിൻ 20 എന്ന് പറയുമ്പോൾ 20 ആൻഡ് എന്താ അഗെയിൻ ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ഫേസ് ചെയ്തു. ഓക്കെ, ലെഫ്റ്റ് ഫേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക്. സോ 20 കിലോമീറ്റർ. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ഡയറക്ഷൻ രാജു ഈസ് ഫേസിങ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രാജു ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? പറഞ്ഞേ, രാജു ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഫേസ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. അതായത് എന്താണ് നമുക്ക് മനസ്സിലാക്കണം? ആദ്യം ഡയറക്ഷൻ അറിയാമെങ്കിലേ ചെയ്യാൻ പറ്റൂ. ഓക്കെ,
ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് നോർത്ത് ഈസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ്. ഇതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്. ഇതെന്താ? സൗത്ത് ഈസ്റ്റ് ആണ്. ഇതറിയാമെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ എന്താണ്? അവർ പറഞ്ഞനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ. വലിയ ഡയഗ്രാം ആണ് വരുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നോക്കിക്കേ, ഇപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ, രാജു ഫേസിങ് നോർത്ത് ആൻഡ് മൂവ്സ് 20 കിലോമീറ്റർ. നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ അയാൾ എന്ത് ചെയ്തു? 20 കിലോമീറ്റർ നോർത്തിലേക്ക് നടന്നു. ആൻഡ് ഹി ടേൺ ടു ഹിസ് റൈറ്റ്, മൂവ്സ് 20 കിലോമീറ്റർ. അയാൾ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 20 കിലോമീറ്റർ നടന്നു. ദെൻ ഹി മൂവ്സ് 10 കിലോമീറ്റർ ഇൻ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എന്താ? ദേ ഈ കാണിച്ചിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് അല്ലേ? അപ്പൊ നോർത്ത് ഈസ്റ്റിലോട്ട് എന്ത് ചെയ്തു? 10 കിലോമീറ്റർ നടന്നു അല്ലേ? ഇനി അയാൾ റൈറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമോ? ഇല്ല. മനസ്സിലായോ? അതിന്റെ പാരലായിട്ട് നമ്മൾ എങ്ങനെ സ്ക്വയർ ഷേപ്പ് വരച്ച് പോകണം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, ഇനി എന്താ? നോർത്ത് ഈസ്റ്റ് 10 കിലോമീറ്റർ നടന്നു. ദെൻ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. അയാൾ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങോട്ടേക്കായിരിക്കും. മനസ്സിലായോ? റൈറ്റിലേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ നടന്നു. പിന്നെ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യാണ്? റൈറ്റിലേക്ക് നടക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് തിരിയുന്ന ആൾ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ്. സോ ഇങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്റർ നടന്നു. പിന്നെന്താ പറഞ്ഞേ? Again, he turned to his left. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാ? ഈ രീതിയിലാണ് ഫേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, 20 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇയാൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ? നോക്കിക്കേ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്തോ. ഇനി നോക്കാം. എ ടൂറിസ്റ്റ് ഡ്രൈവ്സ് 10 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, 10 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ത് ചെയ്തു? വെസ്റ്റിലേക്ക് 10 കിലോമീറ്റർ നടന്നു. ഓക്കെ, അല്ല, ഡ്രൈവ് ചെയ്തു. ഓക്കെ, ഡ്രൈവ് ചെയ്തു, 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. ദെൻ ടേൺസ് ലെഫ്റ്റ് ആണ് പറയുന്നത്. സോ ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ. ആൻഡ് ഹി ദെൻ ഡ്രൈവ്സ് ടുവേർഡ്സ് ദ ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റിലേക്ക് 4 കിലോമീറ്റർ ആണ് പോകുന്നത്. സോ ഇത് 10 ആണ് കേട്ടോ. ഇത് 10 ആയതുകൊണ്ട് ഓക്കെ, ഇത് 4 കിലോമീറ്റർ. ആൻഡ് ദെൻ ഹി ടേൺസ് ഹിസ് റൈറ്റ് ആൻഡ് ഡ്രൈവ് 5 കിലോമീറ്റർ. സോ ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ. ആഫ്റ്റർവേർഡ്സ് ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ് 6 കിലോമീറ്റർ. ഓക്കെ, ഇവിടുന്ന് 2 കൂടി. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ ഇയാളിപ്പം എവിടെയാണ് നിൽക്കുന്നത്? എങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്? അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അയാൾ നിൽക്കുന്നത് എവിടെയാണ്? തെറ്റി നോക്കട്ടെ. എ ടൂറിസ്റ്റ് ഡ്രൈവ്സ് 10 കിലോമീറ്റർ വെസ്റ്റ്. ഓക്കെ, വെസ്റ്റിലേക്കാണ്. ദെൻ ടു ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റിലേക്ക് 4 കിലോമീറ്റർ പോയി. ഹി ദെൻ ഡ്രൈവ്സ് ടുവേർഡ്സ് ഈസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ ഈസ്റ്റിലേക്ക് 4 കിലോമീറ്റർ. ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് ഡ്രൈവ് 5 കിലോമീറ്റർ. ആഫ്റ്റർ ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. ഓ സോറി, ലെഫ്റ്റിലേക്കായിരുന്നു ഞാൻ വരച്ചത്, റൈറ്റിലേക്കായി പോയി. ഓക്കെ, ലെഫ്റ്റ് ആണ്. സോ ലെഫ്റ്റ് എന്താണ്? വീണ്ടും ഇവിടെ 4 വരെ വന്നു, പിന്നെ എന്ത് ചെയ്തു? 6 ആയി അല്ലെ? അപ്പൊ ഇയാൾ ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്കാ ഫേസ് ചെയ്തിരിക്കുന്നത്? എങ്ങോട്ടേക്കാണ്? സൗത്തിലേക്കാണ് അല്ലെ? ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലാസ്റ്റ് ലെഫ്റ്റ് ഡയറക്ഷൻ. അത് തെറ്റിയതാ കേട്ടോ, അതാ വരച്ചേ. ഓക്കെ, ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ.
5 ചെയ്തേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ഡെയിലി ഇൻ ദ മോർണിംഗ് ദ ഷാഡോ ഓഫ് ഗോൾഗംബസ് ഫോൾസ് ഓൺ ബരാക്കമൻ ആൻഡ് ഇൻ ദി Barakaman, and the evening the shadow of the Barakaman falls on Golgumbas exactly. So in which direction Golgumbas to Barakaman ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡെയിലി ഇൻ ദ മോർണിംഗ്, അതായത് മോർണിംഗിൽ എന്തായിരിക്കും? സണ്ണ്. ഓക്കെ, സൺറൈസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞേ. സൺറൈസ് ചെയ്യുന്നത് എവിടെയാണ്? സൺറൈസ് ചെയ്യുന്നത് ഈസ്റ്റിലാണ് അല്ലേ? സൺറൈസ് ചെയ്യുന്നത് ഈസ്റ്റിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ സൺറൈസ് ചെയ്യുന്ന ഈസ്റ്റിലാണെങ്കിൽ അതിന്റെ ഷാഡോ വീഴുന്ന എവിടെയായിരിക്കും? വെസ്റ്റിലാണ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നേ? സണ്ണ് ഉദിക്കുന്നത് അല്ലെങ്കിൽ സൺറൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. ഓക്കെ, വെസ്റ്റിലായിരിക്കും അപ്പൊ അതിന്റെ ഷാഡോ വീഴുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരാള് എന്ത് ചെയ്തു? അതായത് ഡെയിലി ഇൻ ദ മോർണിംഗ് ദ ഷാഡോ ഓഫ് ദ ഗോൾ ഗംബസ് ഫോൾസ് ഓൺ ബറാക്കമാൻ ആൻഡ് ദ ഈവനിങ് ഷാഡോ ഓഫ് ദ ബറാക്കമാൻ ഫോൾസ് ഓൺ ദി ഗോൾ ഗംബക്സ് എക്സാക്ട്ലി. സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഗോൾ ഗംബസ് ടു ബറാക്കമാൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഗോൾ ഗംബസിന്റെ ഷാഡോ വീഴുന്നത് എവിടെയാണ്? ബറാക്കമാൻ, അതായത് വെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ബറാക്കമാൻ വരുന്നത് അല്ലേ? അപ്പൊ അയാൾ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? എവിടെയായിരിക്കും? അതായത് ഇൻ വിച്ച് ഡയറക്ഷൻ ഗോൾ ഗംബസ് ടു ബറാക്കമൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗോൾ ഗംബസ് എവിടെയാ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താ വരുന്നേ? സോ ഓപ്ഷൻ എ ആണെന്ന് പറയാലോ അല്ലേ? സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഗോൾ ഗംബസ് ടു ബറാക്കമൻ? എവിടെയാണ്? ഈസ്റ്റേൺ സൈഡിലാണ്. കാരണം വെസ്റ്റ് മീൻസ് ഈസ്റ്റേൺ സൈഡിലാണെന്ന് പറയാൻ കാരണം എന്താ? ഷാഡോ വീഴുന്നത് എവിടെയാണ്? ഷാഡോ എന്ന് പറയുന്നത് ബറാക്കമനിലാണ് വീഴുന്നതെന്ന് പറഞ്ഞു. സോ ഇങ്ങോട്ടേക്കാണ്, അതായത് വെസ്റ്റിലാണ് രാവിലെ ഷാഡോ വീഴുന്നത്. പറഞ്ഞ മനസ്സിലായി? ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സണ്ണ്, ഓക്കെ, സൺ റൈസ് ചെയ്യുന്നത് ഈസ്റ്റിലും സൺ സെറ്റ് എന്ന് പറയുന്നത് വെസ്റ്റിലുമാണ്. ഓക്കെ, സൺസെറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? വെസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഈവനിങ് ആകുമ്പോൾ ഇത് നേരെ തിരിയും. ഓക്കെ, അപ്പം ഒരാൾ നോർത്ത് ഫേസ് ചെയ്യുവാണെങ്കിൽ മോർണിംഗ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? മോർണിംഗിൽ അയാളുടെ ഷാഡോ എവിടെ ആയിരിക്കും വീഴുന്നത്? ലെഫ്റ്റിലായിരിക്കും, അയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വീഴുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അപ്പൊ ഇത് ഈസ്റ്റ് ആണെന്ന് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്തേ. ഓക്കെ, നോക്കിക്കേ. A car traveling towards south covers a distance 8 kilometer. ഓക്കെ, സൗത്തിലേക്ക് പോയി 8 കിലോമീറ്റർ കവർ ചെയ്തു. ദെൻ ഹി ടേൺസ് റൈറ്റ്. ഓക്കെ, റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും വരുന്നത്? റൈറ്റ്, ഈ ഒരു സൈഡിലേക്കാണ്. റൺസ് 9 കിലോമീറ്റർ അല്ലേ? ആൻഡ് എന്താ പറയുന്നത്? അഗെയിൻ ടേൺസ് ടു ദ റൈറ്റ്. ഓക്കെ, അഗെയിൻ ടേൺസ് ടു ദ റൈറ്റ് ആൻഡ് വാസ് സ്റ്റോപ്ഡ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ഫേസ് നൗ? ഓക്കെ, ഫേസ് ചെയ്യുന്നത് നോർത്തിലോട്ട് അല്ലേ? ചെയ്ത് കഴിഞ്ഞെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ചെയ്തോ.
ഓക്കെ നോക്കിക്കേ, റോയ് വാക്സ് 2 കിലോമീറ്റർ ടു ഈസ്റ്റ്. ഓക്കെ, റോയ് എന്ത് ചെയ്തു? 2 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു അല്ലേ? ഈസ്റ്റിലേക്ക് ഓക്കെ 2 കിലോമീറ്റർ. ആൻഡ് ദെൻ ടേൺസ് നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാ വരുന്നേ? നോർത്ത് വെസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ 3 കിലോമീറ്റർ. ദെൻ ഹി ടേൺസ് സൗത്ത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ സൗത്തിലേക്ക് ഫേസ് ചെയ്തു, 5 കിലോമീറ്റർ നടന്നു. ദെൻ ഹി ടേൺസ് വെസ്റ്റ് ആൻഡ് 2 കിലോമീറ്റർ. ഓക്കെ, ഇതൊന്ന് ഞാൻ മാറ്റിക്കോട്ടെ. ഓക്കെ അപ്പൊ എന്ത് വന്നു നോക്കിക്കേ? ഓക്കെ 5 കിലോമീറ്റർ നടന്നതിന് ശേഷം എന്ത് ചെയ്തു? ദെൻ ഹി ടേൺസ്, തെറ്റിയോ എവിടെയെങ്കിലും? നോക്കട്ടെ. ദെൻ അഗെയിൻ ഹി ടേൺസ് വെസ്റ്റ് ആൻഡ് വാക്സ് 2 കിലോമീറ്റർ. ഫൈനലി ഹി ടേൺസ് നോർത്ത്. നോർത്തിലേക്ക് ഫേസ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് നോക്കട്ടെ, ഇങ്ങോട്ട് വരയ്ക്കട്ടെ, തെറ്റിയും തോന്നുന്നു. നോക്കട്ടെ. റോയ് വാക്സ് 2 കിലോമീറ്റർ ഈസ്റ്റ്. ഓക്കെ, 2 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് റോയ് നടന്നു. ഓക്കെ, ആൻഡ് ദെൻ ടേൺസ് നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് ആണ് പറയുന്നത്. സോ നോർത്ത് വെസ്റ്റിലേക്ക് 3 കിലോമീറ്റർ. ദെൻ ഹി ടേൺസ് സൗത്ത്. ഓക്കെ, സൗത്തിലേക്കാണ് വാക്സ് 5 കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹി അഗെയിൻ ടേൺസ് വെസ്റ്റ്. വെസ്റ്റിലേക്കാണ്. വെസ്റ്റിലേക്ക് എത്രയാ? വെസ്റ്റിലേക്ക് 2 കിലോമീറ്റർ നടന്നു. ഫൈനലി ഹി ടേൺസ് നോർത്ത്. നോർത്തിലേക്ക് പോവാണ് 6 കിലോമീറ്റർ. ഓക്കെ, 6 കിലോമീറ്റർ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എവിടെയാ കിട്ടുക? നോർത്ത് വെസ്റ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോർത്ത് വെസ്റ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. കാരണം ഇത് 2 ആണ് കേട്ടോ. 2ഉം 3യും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. 2ഉം 3യും നമ്മൾ ആ വരയ്ക്കുന്ന അനുസരിച്ചിരിക്കും. സോ 2, 3 ആണ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. സോ നോർത്ത് വെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സ്ക്വയർ പോലെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, നോർത്ത് വെസ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്, സൗത്ത് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഡയറക്ഷൻ തരുമ്പോൾ നമുക്ക് പറ്റുമോ? അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരുന്ന പോലെയാണ് പോകുന്നതെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ എടുക്കാവൂ കേട്ടോ. ഇത് കറക്റ്റ് ഒരു സൗത്ത് ആണ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല മാം, ഈ 5 ആണെന്ന് അവിടെ തന്നിട്ടില്ലേ? അപ്പൊ ആ 3യും വെച്ച് നോക്കുമ്പോ 5 കുറച്ചുകൂടി താഴോട്ട് വരത്തില്ലേ? ഏതാണ്? നമ്മുടെ 3 കിലോമീറ്റർ നോർത്ത് വെസ്റ്റ് പോയിട്ടേ 5 കിലോമീറ്റർ സൗത്തിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറയുമ്പോ ആ 5 കുറച്ചും കൂടി താഴോട്ട് വരില്ലേ? ആ 5ൻ്റെത് കുറച്ചുകൂടി താഴോട്ട് വരത്തില്ലേ? നോക്കട്ടെ ഒരു സെക്കൻഡ്. ഉം 3യും 2ഉം ഇത് 5 ആയിരുന്നു അല്ലേ ഈ വരച്ചിരിക്കുന്നത്? ഓ അത് ശരിയാണല്ലോ, അത് കറക്റ്റാ കേട്ടോ. നോക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് 2 കിലോമീറ്റർ ഈസ്റ്റ് വരും ആൻഡ് 3 കിലോമീറ്റർ എന്താണ്? നോർത്ത് വെസ്റ്റ് ആണ് വരുന്നത്. ആൻഡ് ദെൻ ഹി ടേൺ സൗത്ത്. ഓക്കെ, സൗത്ത് ആകുമ്പോൾ കറക്റ്റ് ആണ്. 5 നമുക്കിത് കൂടും. കാരണം ഇത് 3, ഇവിടെ 2 ആണ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇത് 5 ആണ് വരുന്നത്. ഓ കറക്റ്റ് ആണ്. Then again he turns west. Okay, west walks 2 kilometer. Finally he turns north. Okay, in which direction? He is from the starting point എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? നോർത്ത് വെസ്റ്റ് തന്നെയല്ലേ അങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടുന്നത്. കാരണം ഇതിന് മുകളിൽ പോയിട്ടുണ്ട്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മീൻസ് എങ്ങനെ വരച്ചാലും നമുക്ക് ആൻസർ കിട്ടുന്നത് നോർത്ത് വെസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഈ വരച്ചിരിക്കുന്നതിന്റെ ഇത് തെറ്റാ. അങ്ങനെ നമ്മൾ ആദ്യം വരയ്ക്കാനേ പാടില്ല, അത് ശരിയാണ്. പക്ഷെ നമുക്ക് ആൻസർ നോർത്ത് വെസ്റ്റ്. കാരണം 5നേക്കാളും മുകളിലാണ് ഈ 6 നിൽക്കുന്നത് അല്ലേ? അതെ, ആൻസർ സെയിം തന്നെ. ഓക്കെ, ഞാൻ വെച്ചിനി അത് വരുമ്പോൾ വന്നപ്പോൾ ആൻസർ തെറ്റിയെന്ന് വിചാരിച്ചതാ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 8 ഒന്ന് ചെയ്തേ.
ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്തോ? ചെയ്തല്ലേ? ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്, ചെയ്ത് വെക്കാം അല്ലേ കഴിയുന്നവര്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. എക്സ് walks southwards and then turn right. ഓക്കെ, സൗത്തിലേക്ക് നടന്നു, then turn right, then turn left, then turn right. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടുന്നേ അല്ലേ? തെറ്റിയോ? ഫസ്റ്റ് സൗത്തിലേക്ക് ഫേസ് ചെയ്തു, സൗത്തിൽ നിന്നും റൈറ്റിലോട്ട് പോയി. ഓക്കെ, അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് വന്നു. ഓക്കെ, ആൻഡ് അവിടെ നിന്നും എന്ത് ചെയ്തു? വീണ്ടും റൈറ്റിലേക്ക് പോയി. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് നൗ? ഓക്കെ, ഇപ്പൊ മൂവ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? ഓപ്ഷൻ സി വെസ്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ? അടുത്ത് ചെയ്തേ, ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്തേ. ബാലൻസ് ക്വസ്റ്റ്യൻ ഇതിനകത്തില്ലല്ലേ? ഓക്കെ, ചെയ്തോ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നോക്കാം. A boy misdirected from his way while returning to his home from school. In order to reach his home, he first moved 3 kilometers in the south direction. Okay, south directionലേക്ക് 3 kilometer പോയി. Then he then turned to his left. Okay, എന്നിട്ട് ലെഫ്റ്റിലേക്ക് അല്ലേ? ലെഫ്റ്റിലേക്ക് 2 kilometers straight പോയി. On the road leading to the east. Okay, from there he moved to his left. Okay, ഇവിടെ നിന്നും എന്ത് ചെയ്തു? അവന്റെ ലെഫ്റ്റിലേക്ക്, ഓക്കെ, ലെഫ്റ്റിലേക്ക് 3 കിലോമീറ്റർ വീണ്ടും നടന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ആഫ്റ്റർ ദിസ് ഹി ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ്, മൂവ്ഡ് 1 കിലോമീറ്റർ. ഓക്കെ, 1 കിലോമീറ്റർ വീണ്ടും എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് നടന്നു. ഫൈനലി ഹി റീച്ച്ഡ് ഹിസ് ഹോം. ദ ഹോം ഓഫ് ദ ബോയ് വാസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം ഹിസ് സ്കൂൾ? ഓക്കെ, അപ്പൊ ഇതല്ലേ സ്കൂള്? ഇപ്പൊ എവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റും? സ്കൂളിൽ നിന്നും എന്താണ്? വീട് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ വീട് എവിടെയാ? ഈസ്റ്റിലാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലേ? വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ, ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 10 ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ചെയ്താൽ മതി കേട്ടോ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, 10 ചെയ്തോ? ലെവനും 12ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 11ഉം 12ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്തോ? 10 ചെയ്തോ? എന്നിട്ട് കേട്ടോ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഗ്രൂപ്പിലിടുക. ഓക്കെ, നോക്കിക്കേ. അമിത് ട്രാവൽ 15 കിലോമീറ്റർ ഈസ്റ്റ് വേർഡ്. ഓക്കെ, ഈസ്റ്റിലേക്ക് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ടേൺ ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു 5 കിലോമീറ്റർ. ദെൻ ഹി ടേൺ ലെഫ്റ്റ്, ട്രാവൽ 15 കിലോമീറ്റർ. ഓക്കെ, 15. ഹൗ ഫാർ വാസ് ദ അമിത് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എത്രയായിരിക്കും? 5 ആണല്ലേ? സോ ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ. ഓക്കെ അല്ലേ? 11ഉം 12ഉം ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ?
ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞേ. ഓക്കെ അല്ലേ? അപ്പോൾ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എയ്ത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാ സൗത്ത് വെസ്റ്റ് വരുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ് നൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം? വെസ്റ്റിലേക്കാണ് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, താങ്ക് യു.